ഇത് ഞാൻ സുജി, തിരിച്ചെത്താം. ഇപ്പോൾ ഇതുമായി ബി ജെ പി ബന്ധപ്പെട്ട നേതാവ് MT രമേശ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ MT രമേശ്, അമ്മ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടിരിക്കുന്നു. തീർച്ചയായും ഒരുപാട് ആക്ഷേപങ്ങൾ ഈ അമ്മ സംഘടന കേട്ടിരുന്നു. ഇത്തരത്തിൽ ആക്ഷേപ വിധേയരായവരെ സംരക്ഷിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ ഈ സംഘടന പിരിച്ചുവിടണമെന്ന് പല രംഗത്തുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തെ താങ്കൾ കാണുന്നത്, പാർട്ടി കാണുന്നത്? അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ്. ആ അന്വേഷണത്തിൽ സഹകരിക്കാനാണ് ഇവരെല്ലാവരും തയ്യാറാകേണ്ടത്. സംഘടന പിരിച്ചുവിട്ട് ഒളിച്ചോടുകയല്ലല്ലോ പ്രധാനം. സംഘടനക്കും സംഘടനക്കകത്തുള്ള ആളുകൾക്കും എതിരായിട്ട് ഉയർന്നു വരുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളോട് ഇവരുടെ പ്രതികരണം എന്താണ്? പ്രതികരണമായിട്ട് ഈ സംഘടന ഔദ്യോഗികമായിട്ടൊരു പ്രതികരണം പോലും ഇതുവരെ പറയാൻ തയ്യാറായിട്ടില്ലല്ലോ. ഒന്ന്, നിലവിലുള്ള ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കുക. എല്ലാവരും രാജിവെച്ച് ഒളിച്ചോടുക എന്നുള്ളതല്ല വേണ്ടത്. രാജി ഏതായാലും നല്ല കാര്യം തന്നെ. രാജി ആരോപണ വിധേയരായിട്ടുള്ള എല്ലാ ആളുകളും രാജിവെക്കേണ്ടതാണ്. പക്ഷെ അന്വേഷണത്തോട് സഹകരിക്കാൻ ഈ അമ്മയിലെ അംഗങ്ങൾ എല്ലാവരും തയ്യാറാണോ? അവർക്കെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള സഹപ്രവർത്തകന്മാർക്കെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണം അന്വേഷിക്കുന്ന സമയത്ത് സഹപ്രവർത്തകന്മാരെ സഹായിക്കാൻ ഈ ആളുകൾ തയ്യാറാകുമോ? അവരുടെ കൂടിയാകുമോ ഉണ്ടാവുക? അതോ സത്യസന്ധമായ അന്വേഷണത്തിന് വേണ്ടി സഹകരിക്കാൻ തയ്യാറാകുമോ? ഇത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക്, ചോദ്യങ്ങൾക്കൂടി ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. കാരണം ഈ താരങ്ങളെ സംരക്ഷിക്കാൻ ആരൊക്കെ കൂട്ടുനിൽക്കുന്നു എന്ന് ഇന്നും കണ്ടതാണ്. സുരേഷ് ഗോപിയുടെ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം മുകേഷിനെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായില്ല. കുറച്ചു കഴിഞ്ഞ ശേഷം മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുന്ന അദ്ദേഹത്തിന്റെ കയ്യൂക്ക് കാണുന്നതും കണ്ടു. ഇത്തരം കാര്യങ്ങൾ ആരൊക്കെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട് ശ്രീ MT രമേശ്. അല്ല, ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാരിന്റെ നിലപാടിൽ സംശയമുയരുകയാണ്. സർക്കാർ സത്യസന്ധമാണെങ്കിൽ സർക്കാർ ആദ്യം എന്താ ചെയ്യേണ്ടത്? സർക്കാരും പാർട്ടിയും ചെയ്യേണ്ടത് മുകേഷോട് രാജിവെടിക്കലേ വേണ്ടത്. കാരണം അദ്ദേഹം ഒരു MLA ആണ്. അദ്ദേഹത്തിനായിട്ട് ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു. അപ്പോൾ CPM-ന്റെ ഒരു MLA-ക്കെതിരായിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനായിട്ട് ഗവൺമെന്റ് നടപടിയെടുക്കാത്തത്, CPM നടപടിയെടുക്കാത്തത്? ബാക്കി ആൾക്കാർ അവിടെ നിൽക്കട്ടെ. അപ്പൊ സർക്കാരും സർക്കാർ നേതൃത്വക്കുള്ള പാർട്ടിയും ഈ കാര്യത്തിൽ കാണിക്കുന്ന ഇരട്ടത്താപ്പുണ്ട്. അതവർ അവസാനിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ പ്രതികരണത്തെക്കാൾ ഏറ്റവും കൂടുതൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളാണ് പ്രധാനം. പ്രതികരിക്കാൻ വ്യക്തിപരമായിട്ട് എല്ലാവർക്കും പ്രതികരിക്കാം. അതിലുള്ള വ്യക്തിപര പ്രതികരണമാണ്. BJP ഇതിന്റെ ഔദ്യോഗിക നിലപാട് സംസ്ഥാന പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് BJPയുടെ നിലപാട്. ബാക്കിയെല്ലാം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. വ്യക്തിപര അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന്റെ അഭിപ്രായം വ്യക്തിപരമല്ലല്ലോ. സർക്കാർ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. എന്തുകൊണ്ടാണ് ആരോപണ വിധേയനായിട്ടുള്ള MLA-യുടെ രാജി മേടിക്കാൻ CPM തയ്യാറാക്കാത്തത്, ഗവൺമെന്റ് തയ്യാറാക്കാത്തത് എന്നതിനെ സംബന്ധിച്ചുള്ള ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ആണ് രാജിവെച്ചിരിക്കുന്നത്. ഈ അമ്മ സംഘടന തന്നെ ആവശ്യമില്ല എന്നൊരു നിലപാട് താങ്കൾക്കുണ്ടോ? വ്യക്തിപരമായി ഒപ്പം പാർട്ടിക്കുണ്ടോ? അല്ല, അതിൽ ഓരോ മേഖലയും പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് സംഘടന വേണോ വേണ്ടിയിരുന്ന ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരല്ലേ തീരുമാനിക്കേണ്ടത്. അതിൽ BJPയുടെ പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് എന്തോ കാര്യം? ഒരു മേഖല പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് സംഘടന വേണം എന്ന് തോന്നി അവർ സംഘടന ഉണ്ടാക്കി അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ പുറത്തുള്ള ആൾക്കാർക്ക് അത് ഞാൻ ചോദിച്ചത്. തീർച്ചയായും ഈ അമ്മ, നമുക്കറിയാം ദിലീപിന്റെ വിഷയമൊക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ പല വിമർശനങ്ങളൊക്കെ നേരിട്ടിരുന്നു. അമ്മ ആരെയാണ് സംരക്ഷിക്കുന്നത് എന്നതിൽ തന്നെ അമ്മയ്ക്കകത്ത് തന്നെ പൊട്ടിത്തെറിയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇന്ന് എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സംഘടനയെ നിരീക്ഷിക്കുന്നവരുടെ അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതാണ് അവർ നിലപാട് വ്യക്തമാക്കുകയാണ് വേണ്ടത്. കാരണം ഒരു സംഘടനയിൽ പെട്ടിട്ടുള്ള ഒരംഗം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തിന് പരിഹാരം ഉണ്ടാക്കാനാണ് തയ്യാറാകേണ്ടത്. ആ പരിഹാരം ഉണ്ടാക്കാൻ പല വഴികളുണ്ട്. നിയമപരമായിട്ടുള്ള വഴികളുണ്ടാകാം, സംഭാഷണത്തിലൂടെ വഴികളുണ്ടാക്കാം. അപ്പൊ അതിനൊന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അമ്മ എന്ന സംഘടനക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പരാതി. അതിലെ അംഗങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കോ പരാതികൾക്കോ പരിഹാരം ഉണ്ടാക്കുന്നില്ല. അപ്പോ അത്തരം പരിഹാരം ഉണ്ടാക്കാനുള്ള ആവശ്യമായ സംവിധാനം ആ സംഘടന ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോ അത്തരമൊരു സംഘടന ഈ ഒരു അംഗങ്ങളുടെ പരാതിക്ക് പോലും പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കാത്ത രീതിയിൽ സംഘടന മാറുമ്പോഴാണ് എതിർപ്പുണ്ടാകുന്നത്. അപ്പൊ ആത്യന്തികമായിട്ട് വേണോ വേണ്ടോ എന്ന് അഭിപ്രായം പറയാൻ BJP ആണല്ലേ. അതൊക്കെ ആ മേഖല പ്രവർത്തിക്കുന്നവർ തീരുമാനിക്കേണ്ട കാര്യമാണ്.